ഹായ് ഫ്രണ്ട്സ്, അഴിച്ചുപണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു സോറി ഉണ്ട്. എന്താണ് സോറി എന്നല്ലേ? ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും പലരും ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കണതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിവിടെ ഫാമിലിയിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് ഒന്ന് ആശുപത്രി അങ്ങനെ ഇങ്ങനെയൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ സമയം 12:29. എനിക്ക് 2 മണിക്ക് ഓഫീസിൽ ചെല്ലണം. അതിനു മുമ്പ് ഇതൊന്ന് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ദയവായി ക്ഷമിക്കുക. അപ്പോൾ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മളിന്ന് ചെയ്യാൻ പോണത്, എല്ലാവരുടെയും കയ്യിൽ പഴയ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു ഒരെണ്ണം. അതിൻ്റെ LCD കംപ്ലൈൻ്റ് ആണ്. പക്ഷേ ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആയതായിരുന്നു. ലാപ്ടോപ്പിൻ്റെ LCD കംപ്ലൈൻ്റ് ആണ്. പക്ഷേ ഈ കംപ്ലൈൻ്റ് ആയ LCD നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ ഒരു പരിപാടിയിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഒരു LCD ഒക്കെ ഇരിപ്പുണ്ട്. കേട്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ LCD പാനൽ. ഇവിടെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഞാനതൊക്കെ ഒന്ന് പൊടി തൂത്തെടുക്കട്ടെ, കാണിച്ചു തരാം. ഞാനൊന്ന് പൊടി തൂത്തെടുത്തിട്ട് കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകണമെന്ന്. പരിപാടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്നാലും ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇതുവരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഫോളോ ചെയ്യാത്തവർ ദയവേതൊന്ന് ഫോളോ ചെയ്തേക്കണേ. കാരണം ഇന്നത്തെ പരിപാടിയുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഞാൻ അവിടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളാരും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിൽ അതേമാതിരി തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതേമാതിരി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പാർട്സൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൺട്രോളർ ബോർഡ്. ഇത് AliExpress നിന്ന് മേടിച്ചതാണ് ഈ കൺട്രോളർ ബോർഡ്. ഇതാണ് നമ്മുടെ LCD. അപ്പോൾ ഇനി ഒരു സാധനവും കൂടെ വേണം, അത് കാണാനില്ല. നമുക്കൊരു 12 വോൾട്ട് ഒരു 3 ആമ്പിയറെങ്കിലും മിനിമം വരുന്ന ഒരു അഡാപ്റ്റർ വേണം. ഇവിടെ എങ്ങാണ്ട് ഇരിപ്പുണ്ടായിരുന്നു, എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഗൈസ്, അഡാപ്റ്റർ കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ അഡാപ്റ്റർ. നമുക്ക് കിട്ടിയ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം കാശ് മുടക്കുള്ള പരിപാടിയാണ്. ഈ ബോർഡ് വരുന്നത് ഏതാണ്ട് 10,500 രൂപ വരുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്ന LCD പാനലിന് ഇത് മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ ബോർഡ് വെറുതെ ഉപയോഗശൂന്യമായി പോകും. അപ്പോൾ അത് ആദ്യമേ തന്നെ ഒരു വാർണിംഗ് ആണ്. ഇത് ബോർഡ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് നമ്മുടെ LCD പാനലിൻ്റെ ബാക്ക് വശം. LCD പാനലിൻ്റെ ബാക്ക് വശത്തിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഒരു മോഡൽ നമ്പർ എന്ന് പറഞ്ഞൊരു സംഭവം എഴുതിയിട്ടുണ്ട്. കണ്ടോ, B156HAN01.1 ഇങ്ങനെയാണ് എഴുതിയേക്കണം. ഇതാണ് മോഡൽ നമ്പർ. ഇത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം AliExpressൽ പോയിട്ട് സെയിം സംഭവം വെച്ചിട്ട് ഈ പർട്ടിക്കുലർ നമ്പർ അതങ്ങനെ AliExpressൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരത്തെ ബോർഡിൻ്റെ ലിസ്റ്റിംഗ് കാണും. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു ബോർഡ് നോക്കി മേടിക്കുക. മേടിച്ചതിന് ശേഷം എന്താണ് സാധനം വരാൻ ഏതാണ്ട് 1 മാസത്തോളം പിടിക്കും. അപ്പോൾ പലരും AliExpressൽ നിന്ന് സംഭവങ്ങൾ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ഇട്ടേക്കാം. ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടാവും ലിങ്ക്, ഞാൻ ഇട്ടേക്കാം. അപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. വളരെ നിസ്സാര പരിപാടിയേ ഉള്ളൂ, ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ പാർട്ട്, അതായത് നിങ്ങളുടെ LCD പാനൽ കൺട്രോളർ ബോർഡും തമ്മിൽ മാച്ച് ആവാനാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഗൈസ്, ആദ്യമേ തന്നെ ഇത് കണ്ടോ, നമ്മൾ LCD പാനൽ കമത്തി വയ്ക്കുക. കമത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തൊരു റിബൺ കേബിൾ ഉണ്ട്. ഇത് ഡാമേജ് ആവാണ്ട് നോക്കണം. റിബൺ കേബിളിൻ്റെ അകത്തൊരു കണക്ടറുണ്ട്. കണക്ടർ ഇതിവിടെ ഒരു LCD പാനലിൻ്റെ കണക്ടറുണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യൽ സിമ്പിളാണ്. ഇതൊരു സൈഡിൽ കൂടെ കയറുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. വെറുതെ വെച്ച് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കണക്റ്റായി. വളരെ പതുക്കെ ചെയ്യണം. ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ കൂടെ വരുന്ന കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇത് LCD പാനൽ നമുക്കിതിങ്ങനെ അങ്ങോട്ട് വൃത്തിയാക്കി വെക്കാം. ഇതാണ് LCD പാനൽ. നമ്മുടെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ ബോർഡ്
ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഈ ബോർഡിൻ്റെ കൂടെ ഒരു കൺട്രോൾ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഞാൻ ഈ അഡാപ്റ്റർ എടുത്തിട്ട് പ്ലഗ് കുത്തുകയാണ്. അതിനുശേഷം ഈ ബോർഡിൻ്റെ 12 വോൾട്ടിൻ്റെ ബോർഡിനൊരു 12 വോൾട്ട് ജാക്ക് ഉണ്ട് DC. അതിൽ നമ്മൾ കുത്തുവാണ്. ടടേ, കണ്ടോ? അപ്പോൾ ഗൈസ്, ഞാനിത് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് സെറ്റപ്പ് വന്നേക്കുന്നത്, കണ്ടോ? ഇതെൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് നമുക്കൊരു HDMI വഴി നമ്മളതെടുത്തിട്ട് ബോർഡിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഡിസ്പ്ലേ വന്നേക്കണം കണ്ടോ? ഇത്ര സ്ഥലം അടിച്ചു പോയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വർക്ക് ചെയ്യില്ല. നമുക്ക് ഇത്രയും വസ്തു ഡിസ്പ്ലേ കാണാൻ പറ്റില്ല, പക്ഷേ ഇത്ര സ്ഥലം നല്ല വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു ഫോൾഡർ തുറന്നിട്ട് ഇനി എൻ്റെ അതൊരു ഫോൾഡർ വന്നിട്ടുണ്ട്. അതെടുത്ത് ഇങ്ങോട്ട് വലിച്ചിട്ടാ ഉണ്ടോ, സംഭവങ്ങൾ നല്ല വൃത്തിയായിട്ട് കാണാം. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഈ കേടായ LCD പാനലൊക്കെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എൻ്റെ കയ്യിൽ സംഭവം ഉണ്ടായിട്ടും എനിക്കിതൊന്നും ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്താം, ഞാൻ അതിന് ഉത്തരം തരുന്നതായിരിക്കും. ബോർഡിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോർഡിൽ നമുക്കൊരു HDMI ഇൻപുട്ടാണുള്ളത്. പിന്നെ ഒരു ഓഡിയോ ഔട്ടും വരുന്നുണ്ട്. അതായത് HDMI കൂടെ നമുക്ക് ഡാറ്റ സൗണ്ടിൻ്റെ സിഗ്നൽസും കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഹെഡ്ഫോൺ ജാക്കിൽ കൂടെ, അതായത് ഒരു ഹെഡ്ഫോൺ ജാക്കാണ് 3.5 mm, ആ ഹെഡ്ഫോൺ ജാക്കിൽ കൂടെ നമുക്ക് ഔട്ടും കൂടെ കിട്ടും. ഇത് 12 വോൾട്ട് ഇൻപുട്ടാണ്. അപ്പോൾ വലിയ കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല. ഒരു HDMI, ഒരു ഓഡിയോ ഔട്ട്, ഒരു 12 വോൾട്ട്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് സാധനങ്ങൾ. വളരെ സിമ്പിൾ വീഡിയോ ആണ്. സിമ്പിൾ വീഡിയോ എന്ന് മാത്രമല്ല, നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പലരുടെയും വീട്ടിൽ പഴയ ലാപ്ടോപ്പുകൾ കിടപ്പുണ്ടാവും ഉപയോഗശൂന്യമായത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവമാണ്. പക്ഷേ ബോർഡ് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. കാരണം ചൈനീസ് സൈറ്റുകളിൽ നിന്ന് ബോർഡുകൾ എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് സാധനം തന്നെ ആയിരിക്കണം അവർ ഷിപ്പ് ചെയ്യണമെന്നില്ല. അത് ഒന്നാമത്തെ കേസ്. സാരമല്ല, പൈസ തിരിച്ചിട്ടു. AliExpress നിന്ന് തന്നെ പൈസ തിരിച്ചു കിട്ടും. അത് മാത്രമല്ല, ഇത് ചിലപ്പോൾ വന്നു കഴിഞ്ഞാലും മാച്ച് ആവണമെന്നില്ല. അപ്പം നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ചും കണ്ടെടുക്കുക. പൈസ പോകാൻ ചാൻസ് ഉള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 1500 രൂപയുടെ അടുത്താണ് എനിക്ക് ഈ ബോർഡിന് ആയത്. ഞാൻ ലിസ്റ്റിംഗ് നോക്കിയിട്ട് അതിപ്പോൾ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ വരും. അപ്പോൾ ശരി ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. അതേമാതിരി തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.